ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ സരസ്വത്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതഃ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. കാളകണ്ഠസുതേ ദേവി കാളമേഘസമപ്രഭേ കാലദോഷഹരേ നിന്തൃക്കാലത്തിൽ ചേർക്കമേ മനം. അമരീകബരീ ഭാരഭ്രമരീ മുഖരീകൃതം ദൂരീകരോതു ദുരിതം ഗൗരീചരണപങ്കജം. ആപദി കിം കരണീയം സ്മരണീയം ചരണയുഗളമംബായാഃ. തത്സ്മരണം കിം കുരുതേ ബ്രഹ്മാദീനപി ച കിങ്കരീ കുരുതേ. വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ഹരി ഓം തത്സത്. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. വിശിഷ്യ സ്വാമി ബ്രഹ്മർഷി ദേവപാലൻജി ഒരു ഉള്ളുകൊണ്ട് സന്യാസിയായ ഗുരുനാഥൻ സാധു പത്മനാഭൻജി, മറ്റ് ജ്യേഷ്ഠ സഹോദരന്മാരൊക്കെ ഉണ്ട് ഇതിൽ ധാരാളം. അവരുടെയും ബാക്കി എല്ലാ കുടുംബാംഗങ്ങൾ, അങ്ങനെ എനിക്ക് പറയാൻ വയ്ക്കുമോ, ഒക്കെ എൻ്റെ വീട്ടുകാരല്ലേ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മളിന്നിവിടെ ചിന്തിക്കാൻ പോകുന്നത് ബ്രഹ്മസ്തുതിയാണ്. ബ്രഹ്മസ്തുതി ഭാഗവതത്തിലെ ഏതാണ്ട് വലിയൊരു സ്തുതിയാണ്. വലിയൊരു സ്തുതി എന്ന് പറഞ്ഞാൽ 25 ശ്ലോകങ്ങളുണ്ട് അതിൽ. ഏറ്റവും വലുതല്ല, ഏറ്റവും വലിയ സ്തുതി പ്രഹ്ലാദ സ്തുതിയാണ്. 25 ശ്ലോകങ്ങൾ. അതിൻ്റെ അർത്ഥവും തത്വങ്ങളൊക്കെ പറയാൻ ഒരു സെഷൻ മതിയാവില്ല എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ഉപദേശകരായിട്ടുള്ള മഹാത്മാക്കൾ എന്നോട് പറഞ്ഞു 2 സെഷനായിട്ട് എടുക്കാം നമുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അതിലെ ആദ്യത്തെ 13 ശ്ലോകങ്ങളാണ് ഇന്നേക്ക് തീരുമാനിച്ചിട്ടുള്ളത്. ഇനിയൊരു 12 ശ്ലോകമുണ്ട്. ആ 12 ശ്ലോകം നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് സ്മരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 13 എന്നെടുത്ത് 13 ആക്കിയത്? എന്തിനാ 12 13 ആക്കായിരുന്നില്ലേ? 12 എന്തായാലും പറ്റില്ല എന്ന് ചോദിക്കാൻ വേണമെങ്കിൽ വിരോധമില്ല. അതിനൊരു ചെറിയ കാരണമുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഘടനയും കൂടിയാണ്. ഈ ആദ്യത്തെ 13 ശ്ലോകങ്ങൾ ബ്രഹ്മാവ് സ്തുതിക്കുന്നത് ഭഗവാന്റെ ഒരു വൈഭവം, വിഭൂതികൾ, ഭക്തിയുടെ മാഹാത്മ്യം ഒക്കെ പറയുന്ന ഒരു ഭാഗമാണ്. ഇനി 14 തൊട്ട് ഒരു 8 ശ്ലോകത്തിൽ ബ്രഹ്മാവിൻ്റെ നമസ്കാരമാണ്. ഭഗവാനെ നമസ്കരിക്കുകയാണ് ബ്രഹ്മാവ്. അപ്പോൾ ഒരു നമസ്കാര ശ്ലോകങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെയോ അത് കഴിഞ്ഞിട്ടുള്ള 4 ശ്ലോകങ്ങളിൽ ആണ് ബ്രഹ്മാവ് ഭഗവാനോട് ചില അഭ്യർത്ഥനകൾ നടത്തണേ, ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് 4 ശ്ലോകങ്ങളും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഘടന. അപ്പോൾ 13, 8, 4 അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഘടന. അപ്പോൾ അതുകൊണ്ടാണ് ഈ 13 വെച്ച് ഒന്ന് മുറിച്ചത്. അപ്പോൾ അതിനൊരു ഇൻഡിപെൻഡൻ്റായിട്ട് സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്ഥിതിയുണ്ട് ഈ 13 ശ്ലോകത്തിന്. ഈ 13 ശ്ലോകങ്ങളിലും കൂടി എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിനെ ഒരു വാചകത്തിൽ അതിൻ്റെ ഒരു ഉള്ളടക്കം പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഭഗവാനെ നമ്മൾ എങ്ങനെയാണ് അറിയേണ്ടത്,
ആ ഭഗവാനെ നമ്മളെങ്ങനെയാണ് അനുഭവിക്കേണ്ടത്, ഇതാണ് ഈ 13 ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞ് ഒരു പ്രാവശ്യം കൂടിയും പറയാം. ഭഗവാനെ നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് അറിയേണ്ടത്, ആരാണ് ഭഗവാൻ എന്നുള്ളത് എങ്ങനെയാണ് അറിയേണ്ടത്. രണ്ടാമത് എന്ത് പറഞ്ഞു? അറിഞ്ഞുകൊണ്ട് കാര്യമില്ല അല്ലേ, അനുഭവിക്കണം. പാൽപ്പായസം കൊണ്ട് മുമ്പിൽ വെച്ചു, കണ്ടു, നല്ല ഭംഗിയുണ്ട്, വെളുത്തിട്ടാണ് എന്നൊക്കെ അങ്ങനെ ഇരുന്നാൽ മതിയോ? അതുപോലെ അതെടുത്ത് അനുഭവിക്കണം. അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഗുണഫലം കിട്ടുള്ളൂ. അപ്പോൾ ആ ഭഗവാനെ എങ്ങനെ അനുഭവിക്കാം, ഇത് രണ്ടുമാണ് ഈ 13 ശ്ലോകങ്ങളിലെ മൊത്തത്തിലുള്ള ഒരു ഉള്ളടക്കം. പിന്നെ ശ്രീമദ് ഭാഗവതത്തിലെ സ്തുതികളെല്ലാം വളരെയധികം തത്വപ്രധാനമാണ്. അതുകൊണ്ടാണ് സംപൂജ്യ സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ് ഇത് തുടങ്ങാൻ കാലത്ത് തന്ന ഉപദേശങ്ങളിൽ സ്തുതികളാദ്യം ക്ലാസ് എടുത്തോളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ നിലയ്ക്കാണ് നമ്മൾ കുന്തിസ്തുതി, ഭീഷ്മസ്തുതി, ശ്രീശുക ബ്രഹ്മർഷിയുടെ സ്തുതി, അങ്ങനെ സ്തുതികളാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ തൃതീയ സ്കന്ധത്തിലെ തന്നെ 5-ാമത്തെ അധ്യായത്തിലുള്ള ദേവന്മാരുടെ ഒരു സ്തുതിയാണ് സ്മരിച്ചത്. ഭഗവാന്റെ പാദഭക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം, എങ്ങനെ ജനിപ്പിക്കാം, എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് അതിൽ പറഞ്ഞത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഭഗവാനെ നമ്മൾ പൂർണ്ണമായിട്ടും എങ്ങനെ മനസ്സിലാക്കണം, അത് നമ്മളെങ്ങനെ ജീവിതത്തിൽ നമുക്കൊരു അനുഭവമാക്കി മാറ്റാൻ സാധിക്കണം എന്നുള്ളതാണ്. അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം ഗഹനമായിട്ടുള്ളൊരു കാര്യമാണെന്ന് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം, ഈ ഗഹനമായ വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ എന്ത് വേണം, സംസാരിക്കണ ആൾക്കും കേൾക്കണ ആൾക്കും ശ്രദ്ധ വേണം. എങ്ങോട്ടും പോകരുത്, നിങ്ങളിവിടെ തന്നെ ഉണ്ടാവണം, ഞാനിവിടെ തന്നെ ഉണ്ടാവണം. എന്നാലേ ആ ഒരു ജ്ഞാനദാനം പക്വമാവുള്ളൂ, സഫലമാവുള്ളൂ. അപ്പോൾ അതിന് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ആകർഷിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു സന്ദർഭം അതിൻ്റെ തന്നിട്ടുള്ള ലഘുലേഖയിൽ അതിൻ്റെ ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ട്. ഒരു ആമുഖമായിട്ട്, ഒരു പീഠികയായിട്ട് അതിലാദ്യം ചേർത്തിട്ടുണ്ട്. എങ്കിലും ആ പുസ്തകം വായിച്ച് ശ്രദ്ധ ഇപ്പോൾ ആ പുസ്തകത്തിലേക്ക് പോകണ്ട എന്നുള്ള നിലയ്ക്ക് ഞാനതൊന്ന് ചുരുക്കി പറയാം. നമ്മുടെ ബ്രഹ്മാവ് ജനിച്ചത് ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായ ഒരു താമരപ്പൂവിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ നിന്നാണ് ഇത് ആരംഭിക്കണേ, അതിൻ്റെ ഒരു സന്ദർഭം ആരംഭിക്കുന്നത്. അപ്പോൾ അതെന്താ എപ്പോഴുണ്ടായേ എന്നാണെങ്കിൽ പ്രളയജലത്തിൽ ഭഗവാൻ കിടക്കുകയാണ്. അപ്പം നിങ്ങൾക്കറിയാം 4 യുഗങ്ങൾ, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ 4 യുഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രളയമുണ്ട്. ആ പ്രളയ സമയത്ത് ഈ പ്രപഞ്ചം മുഴുവനും സൂക്ഷ്മരൂപത്തിൽ, അവ്യക്തം എന്നാണ് അതിനുപയോഗിക്കുന്ന വാക്ക്, ആ സൂക്ഷ്മരൂപത്തിൽ ഭഗവാനിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ജീവനുകളും അപ്പോൾ അതിൽ ലയിക്കും. ജീവൻ ഇല്ലാണ്ടാവണുണ്ടോ? അതില്ല. ജീവനെല്ലാം അതിലുണ്ട്, ഈ പ്രപഞ്ചം മുഴുവനും അതിലുണ്ട്. പക്ഷേ അതെല്ലാം അതിസൂക്ഷ്മമായിട്ടുള്ള രൂപത്തിൽ ഭഗവാനിൽ ലയിക്കുകയാണ്. അങ്ങനെ ഒരു പരാർത്ഥം എന്നൊക്കെ അതിൽ കുറേ പറയുന്നുണ്ട്. ഒരു ദീർഘമായൊരു കാലമാണത്. ആ കാലം പ്രളയമാണ്. അത് കഴിഞ്ഞതിന് ശേഷം സൃഷ്ടി ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ സൃഷ്ടി നടത്തേണ്ടത് ഭഗവാന്റെ പ്രേരണയിൽ മായയാണ് നടത്തേണ്ടത്. അപ്പോൾ ആ മായ സൃഷ്ടി തുടങ്ങണം എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ, ഒരു സംജ്ഞ ഭഗവാൻ കൊടുക്കും. എങ്ങനെയാണ് കൊടുക്കുക? ഒരു കടാക്ഷം കൊണ്ടാണ് കൊടുക്കുക. അപ്പോൾ ഈ മായയുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൊച്ചു കുട്ടികളെ നോക്കിയിട്ടില്ലേ? ഉറങ്ങുമ്പോൾ മാത്രമേ അവരും അനങ്ങാണ്ടും മിണ്ടാണ്ടും ഇരിക്കുള്ളൂ. ഉണർന്നു കഴിഞ്ഞാലോ കുട്ടികളെ പിടിച്ചാൽ കിട്ടില്ല, എപ്പോഴും ഓടി നടക്കലോ എന്തെങ്കിലും ചെയ്യണം അവർക്ക്. അങ്ങനെയല്ലേ മായയുടെ ഒരു സ്വഭാവം? അതാ ഉറങ്ങണ നേരത്തെ മിണ്ടാണ്ടിരിക്കുള്ളൂ. അപ്പോൾ ഈ മായ ഒന്ന് ഉറക്കി കിട്ടണം. മായ എപ്പോഴാണ് ഉറങ്ങുക? മായയ്ക്ക് ഉറക്കമില്ല. അതിനൊരു സൂത്രം കണ്ടുപിടിച്ചു. എന്താണെന്ന് വെച്ചാൽ, ഈ മായ എന്തുകൊണ്ടാണ് ഇങ്ങനെ മായയ്ക്ക് ഇങ്ങനെ ഒരു പ്രസരിപ്പ് കൂടുതലുള്ളതെന്ന് വെച്ചാൽ, ത്രിഗുണങ്ങളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സത്വം, രജസ്, തമസ്. ഈ 3 ഗുണങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടാക്കിയിട്ടുള്ളതും നിലനിൽക്കുന്നതും. നമ്മളും അതെ ഈ 3 ഗുണങ്ങളോടും കൂടിയിട്ടാണ് അല്ലേ.
ചിലർക്ക് സത്വ ഗുണം കൂടുതലാവും, ചിലർക്ക് രജോ ഗുണവും കൂടുതൽ, അപൂർവം ചിലർക്ക് തമോ ഗുണവും കൂടുതലുണ്ടാവും. അതിൻ്റെ ഒരു റേഷ്യോ എത്രയാണ് ഒരാളുടെ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. എന്താ കാരണം? ഇപ്പോൾ ഒരാൾക്ക് 60% സത്വഗുണം, 30% രജോ ഗുണം, 10% തമോ ഗുണം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. പക്ഷേ അയാൾ എപ്പോഴും അങ്ങനെ ആവില്ല. ആ ഒരു മൊമെൻറ്റിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ ചിലപ്പോൾ തിരിഞ്ഞും മറിഞ്ഞും വരും. അപ്പോൾ അതൊന്നും ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഈ 3 ഗുണങ്ങളും ബാലൻസ്ഡ് ആയിരിക്കില്ല, തുല്യമാവില്ല. 33.33, 33. അതല്ല, അതൊരിക്കലും ആവില്ല. ഈ പ്രപഞ്ചത്തിലേ അങ്ങനെ ആവില്ല. അപ്പോൾ ആ പ്രപഞ്ചത്തിലേ അങ്ങനെ അല്ലാതിരിക്കുമ്പോൾ ഒക്കെ ഈ ത്രിഗുണങ്ങൾ ഇംബാലൻസ് വരുമ്പോൾ, അത് തുല്യ തോതിലല്ലാതെ അതിൻ്റെ പ്രഭാവം വരുമ്പോഴാണ് ഈ മായയുടെ പ്രഭാവം ഉണ്ടാവുക. ആ മായ അപ്പോൾ വികൃതി കാണിച്ചു തുടങ്ങും. അതാണ് മായയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഭഗവാൻ എന്ത് നിശ്ചയിച്ചു? ഇത് 3 അങ്ങോട്ട് ഒപ്പാക്കിയാൽ മതിയല്ലോ. ഈ ത്രിഗുണങ്ങൾ 3 ഒപ്പാക്കിയാൽ മിണ്ടാണ്ടിരുന്നോളും മായ. അങ്ങനെ മായ ഉറങ്ങണം, എന്നാലല്ലേ ഈ പ്രളയകാലത്തിൻ്റെ ഫലം കിട്ടുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഭഗവാൻ എന്ത് ചെയ്യണു? ഈ ത്രിഗുണങ്ങളെ മുഴുവനും സമാക്കണം. ആ ത്രിഗുണങ്ങളെ മുഴുവൻ സമാക്കുമ്പോൾ മായയും ഉറക്കത്തിലായി. അപ്പോൾ മായ ഉറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഭഗവാൻ ഇനി സൃഷ്ടി തുടങ്ങാം എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നത്. ആ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്യും? മായയെ പോയി വിളിച്ചുണർത്തണ്ടേ? കുലുക്കി വിളിക്കുകയൊന്നുമല്ല ചെയ്യാം. ഈ സമയങ്ങളിൽ എല്ലാവരും ഉറക്കത്തിലായിരിക്കുന്ന സമയത്ത് ഉറങ്ങാണ്ടിരിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. അതാണ് കാലശക്തി. ഭഗവാനും ഈ നേരത്തെ ഉറങ്ങും, യോഗനിദ്രയാണ്. അപ്പോൾ യോഗനിദ്രയ്ക്ക് പോകുമ്പോൾ ഒരു അലാറം വെച്ചിട്ടാണ് പോവുക അത്രേ ഭഗവാൻ. ആരോടാ പറയുക അലാറം? വിളിക്കാൻ പറയുന്ന അലാറത്തിനോടാണല്ലോ. അതാരാണെന്നറിയോ? ഈ കാലശക്തിയാണ്. കാലശക്തിയോട് പറയും, ഇത്രയും കാലം കഴിഞ്ഞാൽ അഥവാ ഞാൻ ഉറക്കത്തിൽപ്പെട്ട ഒന്ന് എന്നെ വിളിക്കണം കേട്ടോ എന്ന് പറയും. അങ്ങനെ കാലശക്തി വിളിച്ച് ഉണർത്തും ഭഗവാൻ. അങ്ങനെ ഭഗവാൻ ഉണർന്നു കഴിയുമ്പോൾ ഈ മായയെ ഒരു കടാക്ഷം നടത്തും. അപ്പം മായയെ കടാക്ഷിക്കുകയാണ് ചെയ്യുക. ആ കടാക്ഷത്തിലാണ് മായ ഉണരുന്നത്. ഉണർന്നു കഴിയുമ്പോൾ മനസ്സിലാവും ഇത് ഭഗവാന്റെ ഒരു നിർദ്ദേശമാണ്, ഇനി സൃഷ്ടി തുടങ്ങാം എന്നുള്ളതാണ്. അങ്ങനെ ഈ കാലശക്തിയും മായയും കൂടി ചേർന്നിട്ടാണ് ആദ്യത്തെ സൃഷ്ടികൾ ആരംഭിച്ചത്. അങ്ങനെയാണ് ഈ സൃഷ്ടിയുടെ ഒരു ആരംഭം പറയുന്നത്. അത് നാരായണീയത്തിലൊക്കെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനസ്തസ്യോർധ്വം ഖലു സത്യലോക നിലയേ ജാതോസി ധാതാ സ്വയം. ആ സമയത്താണ് ഈ സത്യലോകത്തിൽ ഈ ബ്രഹ്മാവ് ജനിക്കുന്നത്. ആ ബ്രഹ്മാവ് ആരാണെന്നാണ് പറയണത്? ജാതാ സ്വയം എന്നാണ് പറഞ്ഞ്. ഭഗവാൻ തന്നെയാണ് ഈ ബ്രഹ്മാവായിട്ട് ജനിക്കണേ. ഭഗവാന്റെ ഒരു അവതാരം തന്നെയാണ് ഈ ബ്രഹ്മാവ്. അപ്പോൾ ആ ബ്രഹ്മാവിന് ജനിക്കാൻ എങ്ങനെയാണ് ഇടവന്നതെന്ന് വെച്ചാൽ, ഈ ജീവൻ മുഴുവനും അവ്യക്ത രൂപത്തിൽ ഭഗവാനിലുണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊരു താമരയായിട്ട് വരികയാണ്. ആ താമരയുടെ ഉള്ളിലാണ് ഈ ബ്രഹ്മാവിൻ്റെ അവതാരമായിട്ട് ഭഗവാൻ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഭഗവാന്റെ തന്നെ ഒരു അവതാരമായിട്ടുള്ള ബ്രഹ്മാവ് പിന്നെ എന്തിനാ ഭഗവാനെ സ്തുതിക്കേണ്ട കാര്യം എന്ന് വിചാരിക്കും. ഭാഗവതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? ഉദാഹരണം പറയുകയാണെങ്കിൽ പൃഥു ഭഗവാന്റെ അവതാരമാണ്. പൃഥുവിൻ്റെ ഭഗവാൻ വന്ന് അനുഗ്രഹിക്കുന്നതും പൃഥുവിൻ്റെ സ്തുതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭഗവാനെ. അതുപോലെ തന്നെയാണ് ഋഷഭദേവൻ ഭഗവാന്റെ അവതാരമാണ്. ദീർഘകാലം തപസ് ചെയ്തു യോഗിയായിട്ട് മാറി ആ ഋഷഭദേവൻ. അപ്പം അങ്ങനെയുണ്ട്. അതൊരു പൂർണ്ണാവതാരം അല്ലല്ലോ, അതുകൊണ്ടാണത്. എന്തായാലും സൃഷ്ടിക്ക് വേണ്ടി പ്രത്യേകമായി ഭഗവാൻ എടുത്തൊരു അവതാരമാണ് ഈ ബ്രഹ്മാവ്. അങ്ങനെ ഉണ്ടായ ആ ബ്രഹ്മാവാണ് ഈ സ്തുതി നടത്തുന്നത്. അതിൻ്റെ ആമുഖമായിട്ട് മനസ്സിലാക്കുക. കൂടുതൽ സൃഷ്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ കുറേ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സ്മരിക്കാമല്ലോ. ഇവിടെ ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ ഈ കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് എനിക്കൊരു
ഒരു എന്താ പറയുക, മുൻകൂർ ജാമ്യം വേണം. അതെന്താണെന്ന് പറയാം. 13 ശ്ലോകങ്ങളാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ സ്മരിക്കാൻ ഉദ്ദേശിച്ചേക്കണേ. നമ്മൾ 11 മണി കഴിയുമ്പോൾ ഒരു 11:30 ആകുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഒരു ടീ ബ്രേക്കിന് പോകും. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കൂടുക. അതിന് ടൈമിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ 13 ശ്ലോകം ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ തീർന്നില്ലെങ്കിലോ അപ്പം എന്ത് ചെയ്യും? നീട്ടില്ല ഉച്ചരിഞ്ഞില്ല. അപ്പം എന്ത് ചെയ്യുന്നു വെച്ചാൽ എവിടെ ഭഗവാൻ കൊണ്ട് എത്തിക്കണമെന്ന് വെച്ചാൽ അവിടെ നിർത്തും. എന്തായാലും സ്തുതി കഴിഞ്ഞിട്ടില്ല, അടുത്ത സെഷനിലേക്ക് പോകണില്ലേ. അപ്പം ബാക്കി അതിന് ശേഷം നമ്മൾ എടുക്കും. ഓരോ ശ്ലോകം പഠിക്കുമ്പോൾ അത് ശരിക്കും അങ്ങോട്ട് പഠിച്ചു പോവുക. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, മറിച്ചായാലോ ഈ സമയത്തിന് മുമ്പേ 13 കഴിഞ്ഞു എന്നുണ്ടെങ്കിലോ കുഴപ്പമൊന്നുമില്ല, നമുക്കൊക്കെ ചർച്ച ചെയ്യാൻ സമയമുണ്ട്. ഇനി അതില്ലെങ്കിൽ തന്നെ എന്താ, നമുക്ക് ഭക്തിയുടെ വിശേഷങ്ങളൊക്കെ സംസാരിക്കാമല്ലോ. ഇതിൽ ഭഗവാനെ എങ്ങനെയാണ് അനുഭവിക്കേണ്ടതെന്ന് പറഞ്ഞ ഒരു വിഷയം അങ്ങോട്ട് കിട്ടുകയാണ് നമുക്ക്. പിന്നെ എത്ര വേണമെങ്കിൽ പറയാമല്ലോ, നിങ്ങൾക്കൊക്കെ അനുഭവങ്ങളുണ്ടാവും, അതൊക്കെ വേണമെങ്കിൽ ഷെയർ ചെയ്യാമല്ലോ ഇവിടെ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ പരിഭ്രമിക്കേണ്ട. ഈ സെഷൻ ഫുള്ളായിരിക്കും, അതിൽ ഒരു ഗ്യാരണ്ടി ഞാൻ തരികയാണ്. അപ്പോൾ അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ 1-ാമത്തെ ശ്ലോകമാണ് ആദ്യം ജപിക്കാൻ പോണേ. അതിന് മുമ്പ് ഇവിടെ അഭിവന്ദ്യനായിട്ടുള്ള സാധു പത്മനാഭൻജി അതുപോലെ ഗോവിന്ദ്ജിയൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നെ പറ്റിയിട്ട് എനിക്കറിയില്ല. എന്തൊക്കെ അത്രയൊക്കെ ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല. എന്തായാലും അതെല്ലാം ഒരു അനുഗ്രഹം, എന്നോടുള്ള വാത്സല്യവും അനുഗ്രഹവും സ്നേഹവും ഒക്കെ ചൊരിഞ്ഞതാണെന്ന് വിചാരിച്ച് ഞാൻ അതിൽ പുളകിതനായിട്ട് അവരുടെ പാദങ്ങളിൽ നമസ്കരിക്കണം. 1-ാമത്തെ ശ്ലോകം ഞാൻ ചെല്ലാം. ഇനി പുസ്തകം അല്ല എന്താ പറയുക, ലഘുലേഖ എടുക്കാം. അപ്പോൾ അത് നോക്കിയാൽ എന്താ വെച്ചാൽ എളുപ്പമുണ്ട് പറയാനേ, നിങ്ങൾക്ക് മനസ്സിലാക്കാനും. ആദ്യത്തെ ശ്ലോകം ഇങ്ങനെയാണ്: ജ്ഞാതോസി മേദ്യ സുചിരന്നനുദേഹഭാജം ന ജ്ഞായതേ ഭഗവതോ ഗതിരിത്യവദ്യം നാന്യത്വദസ്തി ഭഗവന്നപി തന്ന ശുദ്ധം മായാഗുണവ്യതികരാത് യദുരുർവിഭാസി എന്നാണ് അത് ആ ശ്ലോകം. നമുക്കതിൻ്റെ ഒരു അർത്ഥം എന്താണ്, അതിലെന്തൊക്കെയാണ് ഋഷി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള തത്വരത്നങ്ങളെന്നൊക്കെ ഒന്ന് ആലോചിക്കാം നമുക്ക്. അതിലാദ്യം തന്നെ അതിലൊരു സംബോധനയുണ്ട്. 2-ാമത്തെ വരി നോക്കൂ. 3-ാമത്തെ വരി നാന്യത്വദസ്തി ഭഗവൻ എന്നാണ് ഭഗവാനെ വിളിക്കണം. ഒരു സ്തുതിയാവുമ്പോൾ എപ്പോഴും നമ്മൾ ആരോടാണോ പറയണേ. ഇപ്പം നമ്മൾ തന്നെ ഒരു സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ആളുടെ ശ്രദ്ധ കൂടുതൽ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മളെ പേരൊന്ന് വിളിക്കും. അല്ലെങ്കിൽ സ്നേഹത്തിൽ ഇപ്പോൾ ചേട്ടാന്നാണെങ്കിൽ അല്ലെങ്കിൽ അനിയാന്നാണെങ്കിൽ ചേർത്ത് വിളിക്കും നമ്മൾ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ബ്രഹ്മാവ് ഇങ്ങനെ ഒന്ന് വിളിക്കും, ഭഗവാൻ എന്നൊക്കെ വിളിക്കും, പ്രഭോ എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഇവിടെ ഭഗവൻ എന്നാണ് വിളിച്ചത്. ആ ഭഗവത് ശബ്ദത്തിന് ചില പ്രത്യേക അർത്ഥങ്ങളുണ്ട്. എല്ലാവരെയും ഭഗവാനെ എന്ന് വിളിക്കാൻ പറ്റില്ല, എല്ലാവരെയും ഭഗവൻ എന്ന് വിളിക്കാൻ പറ്റില്ല. അതിന് വേണമെങ്കിൽ ചില ക്വാളിഫിക്കേഷൻസൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണ്? അത് 6 കാര്യങ്ങൾ വേണമെന്നാണ് പറയണേ. നിങ്ങൾ അറിഞ്ഞിരിക്കണം, അതുകൊണ്ടാണ് ഞാനത് പറയണേ. ഒന്ന് ഐശ്വര്യമാണ്. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ആവാനുള്ള യോഗ്യത. എന്താ ഈശ്വരനാവാനുള്ള യോഗ്യത? ഈശനാവാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ കമാൻഡിങ് പവർ വേണം. നിയമങ്ങൾ, ഓർഡർ, ആജ്ഞകൾ ഇറക്കാനുള്ള കഴിവ് വേണം. അത് നടപ്പാക്കാനുള്ള കഴിവ് വേണം. അതാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. പിന്നെയോ വീര്യം. ഐശ്വര്യം, വീര്യം നമുക്കറിയാം, അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. യശസ്, കീർത്തിമാനായിരിക്കണം. ശ്രിയ എന്ന് പറഞ്ഞാൽ, ശ്രീ എന്ന് പറയുമ്പോൾ നമ്മളതിന് പര്യായ ഐശ്വര്യം പറയും. പക്ഷേ ആ ഐശ്വര്യം അല്ല ആദ്യം പറഞ്ഞ ഐശ്വര്യം. ഞാൻ പറഞ്ഞില്ലേ, കമാൻഡിങ് പവർ. ഇവിടെ പറഞ്ഞ ശ്രീ എന്ന് പറയുന്നത് ആണ് നമ്മൾ ഐശ്വര്യം കൊണ്ട് നമ്മളിപ്പോൾ എന്താണോ മനസ്സിലാക്കി വെച്ചേക്കണേ അത്. മനസ്സിലായില്ലേ? ഒരു കല്യാണനിധിയാണ് ഭഗവാൻ.
അതുപോലെ തന്നെ സർവസമ്പന്നനാണ് ഭഗവാൻ. അതാണ് ശ്രീ എന്ന് പറഞ്ഞ്. പിന്നെ ജ്ഞാനം, വിജ്ഞാനം. അപ്പോൾ അങ്ങനെ 6 കാര്യങ്ങളാണ്. അപ്പോൾ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വിജ്ഞാനം. ജ്ഞാനവും വിജ്ഞാനവും ചെറിയൊരു വ്യത്യാസമുണ്ട്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന അറിവ്. വിജ്ഞാനം ആവണമെങ്കിൽ അത് അനുഭവം ആയി മാറണം, അപ്പോഴാണ് വിജ്ഞാനമാവുക. ഇപ്പോൾ ഒരു ചെറിയ കുട്ടി, നമ്മളിപ്പോൾ ചിലപ്പോൾ അനുഭവമാണ്, നമുക്കൊക്കെ വീട്ടിലുണ്ടാവും, വൈകുന്നേരം വിളക്ക് കൊളുത്തി വെച്ച് നാമം ജപിക്കാനിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി വീട്ടിലെല്ലാവരും ഒരുമിച്ചാണ് നാമം ജപിക്കേണ്ടത്. പണ്ടൊക്കെ കൂട്ടുകുടുംബമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഉള്ള ആൾക്കാരെ വെച്ച് നമുക്ക് ഒരു അവൈലബിൾ ഇത് പറയില്ല എന്ന പോലെ നമുക്ക് ഉള്ള ആൾക്കാരെ വെച്ചൊരു നാമം ജപം നടത്തുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ചെറിയ കുട്ടികളുണ്ടാവും, വീടല്ലേ, മോളുടെ കുട്ടിയൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ കുട്ടിക്ക് അങ്ങനെ നാമം ചെല്ലാറായിട്ടില്ല, മുട്ടുകുത്തിയൊക്കെ നടക്കുന്ന പ്രായമാണ്. അപ്പോൾ അവൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തിളങ്ങണ ഒരു സാധനം കാണുക, ഈ വിളക്കേ. അപ്പോൾ അവൾ വന്നിട്ട് എന്ത് ചെയ്യുക, എന്ത് കണ്ടാലും പിടിച്ച് വായലിക്ക് കൊണ്ടുപോകുമല്ലോ കുട്ടികളെ. അപ്പോൾ അതും ഇങ്ങോട്ട് പിടിക്കാൻ വരികയെന്ന് വിചാരിക്കുക. അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യും നമ്മൾ, അരുത് പൊള്ളും എന്ന് പറയത്തില്ലേ, നമ്മൾ ചൂടുണ്ട്, കൈ പൊള്ളും അരുത് എന്ന് പറയും. ആ കുട്ടിക്ക് മുഴുവൻ മനസ്സിലായില്ല, എന്താ ഈ പൊള്ളലെന്താണെന്ന് മനസ്സിലായില്ല, എന്താ ഇങ്ങനെ പറയണതെന്ന് മനസ്സിലായില്ല. അപ്പോൾ അവൾ തൽക്കാലം ഒന്ന് മാറും. അത് കഴിഞ്ഞ് നമ്മൾ നാമജപത്തിൽ നല്ലോണം ശ്രദ്ധിച്ചിരിക്കാമെന്ന് കാണുമ്പോൾ അതൊക്കെ ആദ്യം വരും, ആദ്യം കൈയും കൊണ്ടുവരും. അപ്പം ഒന്ന് നോക്കും ആരെങ്കിലും കാണുന്നുണ്ടോയെന്നൊക്കെ, എന്നിട്ടാണ് പോയി പിടിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു തവണ ആരും കണ്ടില്ല, ആ കുട്ടിയെ പോയി തൊട്ടു എന്ന് വിചാരിക്കാതെ പിന്നെ തൊടാൻ വരില്ല. എന്താ കാരണം? അമ്മ പറഞ്ഞു തന്ന ഇത് പൊള്ളും എന്നുള്ള ജ്ഞാനം അവൾക്ക് വിജ്ഞാനമായിട്ട് മാറി. അപ്പോൾ അങ്ങനെ അനുഭവത്തിലേക്ക് കൊണ്ടുവരലാണ് വിജ്ഞാനമാകുമ്പോൾ ഇതാവുക. അപ്പോൾ അതും വേണം. അങ്ങനെ ഉള്ള ഒരാളാണ് അതെന്ന് പറയും. ഇപ്പോൾ നാരായണീയത്തിലെ 1-ാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇത് 6 ഉള്ളതാണ് അങ്ങനെയല്ലാണ്ട് ആരെയാണ് ഭഗവാൻ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാണ് മേൽപ്പത്തൂര് അത് അവസാനിപ്പിക്കണേ. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം, അങ്ങനെ അത് മുഴുവനും ഇപ്പോൾ പറയാൻ നേരമില്ലല്ലോ. അതിലെല്ലാം പറയുന്നുണ്ട്, ഈ 6 കാര്യങ്ങളും പറയുന്നുണ്ട്, ഉദാഹരണ സഹിതം പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഭഗവാൻ. ആ വിളിയാണ് വിളിച്ചത്, ഭഗവൻ എന്നാണ് വിളിച്ചത്. ആ ഭഗവൻ എന്ന് പറഞ്ഞു വിളിച്ചു. അപ്പോൾ ആദ്യം അതിൽ തുടങ്ങണത് ജ്ഞാതോ സി മേ അദ്യ എന്നാണ്. അദ്യ എന്ന് പറഞ്ഞാൽ ഇന്ന്, ഇപ്പോൾ മേ ജ്ഞാതഃ അസി, എന്നെ അങ്ങ് ഞാനിപ്പോൾ അങ്ങേ അറിഞ്ഞു എന്നുള്ളതിന് സംസ്കൃതത്തിൽ ഒന്ന് തിരിച്ച് പറയുകയാണ് ചെയ്യണേ. അങ്ങ് ജ്ഞാതനായിട്ട് ഭവിച്ചു എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങേ ഇപ്പോൾ ദർശനം കിട്ടുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ താമരയിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള കഥ നിങ്ങൾക്ക് അറിയും. എങ്കിലും ബ്രഹ്മാവ് ഉണർന്ന് ചുറ്റും നോക്കുകയാണ്. അതാണ് ഈ 4 തല വന്നിരുന്ന ചുറ്റും നോക്കും, ഞാൻ എവിടെയാണുള്ളത്, ഇവിടെ മുഴുവനും വെള്ളേ കാണുന്നുള്ളൂല്ലോ, ഞാൻ എവിടെ നിന്നുണ്ടായി, എന്താ ഇത്, എവിടെയാണ് ഞാൻ ഇരിക്കണേ എന്നൊന്നും ഒരു പിടി കിട്ടാണ്ട് എന്ത് ചെയ്തു, ആ താമരയുടെ ഉള്ളിൽ കൂടെ പതുക്കെ കീഴ്പോട്ടേക്ക് പോരുകയാണ്. ആ കീഴ്പോട്ടേക്ക് പോകുന്നു. ഇതാ എവിടെയാണെന്ന് ഇതിൻ്റെ ഒരു സോഴ്സ് കണ്ടുപിടിക്കണ്ടേ. പോന്ന് നോക്കി, എവിടെയും എത്തിയില്ല. അവസാനം യാത്ര ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള നിഗമനത്തിൽ മുള്ളികേനെ പോരുകയാണ്. എന്ത് ചെയ്തു, കുറച്ച് നേരം അങ്ങോട്ട് തപസ് ചെയ്യാം. അപ്പോഴേക്കും അശരീരി കേട്ടു, തപ എന്നും പറഞ്ഞ്. അപ്പോൾ തപസ് ചെയ്യാം തന്നെ തീരുമാനിച്ചിരുന്ന് തപസ് ചെയ്തു. അങ്ങനെ ആ തപസ് കുറേ കാലം ചെയ്തതിന് ശേഷമാണ് ഭഗവാൻ ദർശനം കൊടുക്കുകയാണ് ചെയ്യണേ. മുമ്പിൽ വന്ന് നിൽക്കുകയല്ല ചെയ്ത്. നമുക്കൊക്കെ അതാ വേണ്ടേ, മുമ്പിൽ വന്ന് നിന്നാൽ നമ്മൾ ചിലപ്പോൾ അവിടെ മോഹരിച്ചപ്പെട്ട് വീഴും. അതിലും ഭേദം മനസ്സിലൊരു ദർശനം തരിക, അപ്പോൾ നമുക്കൊരു കുളിരൊക്കെ വരും അല്ലേ. അതേപോലെയാണ് ദർശനം കൊടുത്തത്. അങ്ങനെ ദർശനം കൊടുത്തു ഭഗവാൻ. അതാണ് ഇപ്പോൾ ഞാൻ അങ്ങ് ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതുവരെ മനസ്സിലാവാണ്ടുള്ള ഒരു വേവലാതി ഉണ്ടായിരുന്നു എനിക്ക്, അതിപ്പോൾ തീർന്നു എന്നാണ് ജ്ഞാതോസി മേദ്യ എന്ന് പറയണത്. അത് കഴിഞ്ഞ് എന്ത് പറയണു, സുചിരാത് എന്ന് പറഞ്ഞാൽ വളരെ അധികം കാലമായിട്ട് ഞാൻ തപസ് ചെയ്തിട്ടാണ്. സുചിരം എന്ന് പറഞ്ഞാൽ വളരെയധികം കാലം. അപ്പോൾ വളരെയധികം കാലം ആയിട്ടാണ് ഇന്ന് അങ്ങേക്ക് ഞാൻ അറിയപ്പെട്ടവനായിട്ട് ഭവിച്ചത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും മനസ്സിലായി എന്നർത്ഥം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ പറയണേ, ദേഹഭാജ്യാം, ദേഹഭാക്ക് എന്ന് പറഞ്ഞാൽ ദേഹം
ഉള്ള ആൾ, ദേഹം എടുത്തിട്ടുള്ള ആൾ, അവർ ന ജ്ഞായതേ ഭഗവതോ ഗതിഹി. ഭഗവാന്റെ ഗതി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അവസ്ഥ, ഭഗവാൻ ആരാണെന്നുള്ളത് ഒന്നും ഈ ദേഹഭാക്കുകൾക്ക് ന ജ്ഞായതേ അറിയുന്നില്ല, അവരത് അറിയുന്നില്ല. എന്താ ദേഹഭാക്ക്? രണ്ട് രീതിയിലാണ് ദേഹഭാക്കിന് അർത്ഥം കൊടുക്കാൻ പറ്റുക. ഒന്ന് ദേഹമുള്ളവർ എന്നുള്ള അർത്ഥം, അതാണ് അതിൻ്റെ ഒരു വാച്യാർത്ഥം അഥവാ ഒരു ലിറ്ററൽ മീനിങ്. അത് മാത്രമല്ല, എന്താണെന്നറിയോ, നമ്മൾ ഇപ്പോൾ ഞാൻ ഒരാളോട് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ സുരേഷ് ജി ഇവിടെ ഉണ്ട്, ഞാൻ സുരേഷ് ജിയോട് ചോദിക്കുകയാണ്, സുരേഷ് ജി ആരാണെന്ന് ചോദിക്കുകയാണ്. പേരെടുത്തല്ല വിളിക്കണേ, ആളെ അറിയാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ ചോദിക്കുക, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുക. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്താ, ആ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് പറയാൻ എന്താ, എൻ്റെ പേര് സുരേഷ് എന്നാണ്, ഞാൻ ഇങ്ങനെ മുളകുത്താവിലാണ്, അങ്ങനെയല്ലേ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. പിന്നെ ഇന്നാളുടെ മകനാണ്, ഇന്നാൾ, അങ്ങനെയൊക്കെയാണ്. അത് അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പം നമ്മൾ അതൊക്കെ ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ടതാണ്, നമ്മുടെ നാമവും രൂപവും എല്ലാം. ഇനിയിപ്പോൾ എനിക്ക് തോന്നി ഞാൻ ആരാണെന്നൊന്നും എനിക്കറിയണം. അങ്ങനെ തോന്നാലോ, അങ്ങനെ തോന്നണമെന്നാ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുക. നോക്കിയാൽ ഇങ്ങനെ ഇതാണല്ലേ ഞാൻ എന്ന് വിചാരിക്കുക. അതും തെറ്റാണ്. അപ്പോൾ അതെൻ്റെ ശരീരം ഞാൻ കാണുന്നുള്ളൂ, ഞാൻ ആ ശരീരവുമല്ല. ആ ജീവൻ ഉള്ളിലാണ്, ആ ജീവചൈതന്യം, ആ ചൈതന്യമാണ്, ആത്മചൈതന്യമാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവ് ഇല്ലാത്തവരെ ദേഹഭാജ്യം എന്ന് പറയാം. അജ്ഞര് എന്നർത്ഥം, വേണ്ട വിധത്തിൽ ഉള്ള അറിവ് ഇല്ലാത്തവർ, അവരുടെ കാര്യമാണ് പറഞ്ഞത്. അവർക്ക് പിന്നെ ഭഗവാനെ അറിയാൻ പറ്റില്ല എന്നാണ്. അപ്പം ന ജ്ഞായതേ ഭഗവതോ ഗതിഹി. ഗതി എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുള്ളൊരു വാക്കാണ്. നമ്മൾ സാധാരണ നമ്മൾ തന്നെ ഉപയോഗിക്കില്ലേ ഒരുപാട് അർത്ഥത്തിൽ. ഗതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ പോണ നടപ്പ് അല്ലേ, അതിന് പറയും. കഷ്ടമാണ് കേട്ടോ അവരുടെ ഗതി എന്ന് പറയും. അപ്പോൾ അവസ്ഥ എന്നുള്ളൊരു അർത്ഥമുണ്ട് അതിന്. അപ്പോൾ അങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മോക്ഷം എന്ന അർത്ഥമുണ്ട്, പിന്നെന്താ പറയുക, തത്വം എന്ന അർത്ഥമുണ്ട്, എല്ലാം ഉണ്ട്. ഈ ഭഗവാനെ ഇവിടെ ഗതി എന്നുള്ളത് ഋഷി വളരെ ശ്രദ്ധിച്ചുപയോഗിച്ചിട്ടുള്ള വാക്കാണെന്നാണ് ഞാൻ പറയുക. ഇത്ര അധികം അർത്ഥമുള്ള വാക്ക് തന്നെ അവിടെ വേണ്ടത്. എന്താ കാരണം, ഇവർക്കൊന്നും ഈ ഭഗവാൻ ആരാണ്, ഭഗവാന്റെ തത്വം എന്താണ് എന്നുള്ളത് അറിയില്ല. അത് ഇത്യവദ്യം എന്ന് പറയുന്നത് വലിയൊരു ദോഷമാണ്, പോരായാണ്, കഷ്ടമാണ് എന്നാണ് ബ്രഹ്മാവ് ആദ്യം തന്നെ പറഞ്ഞത്. അവദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അനവദ്യം എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? അത് ധാരാളം കേട്ടിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ഒരു കുറ്റമില്ലാത്തത്, കുറ്റമറ്റത് എന്നുള്ളതിന് സംസ്കൃതത്തിൽ അനവദ്യം എന്ന് പറയും. അത് നമ്മൾ സാധാരണ ഇതിലുപയോഗിക്കും. നമ്മൾ എന്താ പറയുക, ഒരു വർത്തമാനം പറയുന്ന ഭാഷയിലും അനവദ്യം എന്നൊക്കെ ഉപയോഗിക്കും. സ്തുതികളിലൊക്കെ കാണാറില്ലേ, അനവദ്യ സുന്ദരി അല്ലേ, സർവാരുണ അനവദ്യങ്കി എന്ന് ദേവിയുടെ സഹസ്രനാമത്തിലുണ്ട്. അപ്പോൾ അവിടെ അതൊരു ദോഷമാണല്ലോ ഭഗവാനെ എന്ന് ഭഗവാനോട് പറയുകയാണ് ചെയ്യണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്, അങ്ങനെ അത് ഈ ശരീരികൾക്ക് അഥവാ ഈ ദേഹമാണ് ഞാൻ എന്ന ചിന്തയുള്ളവർക്ക് ഉള്ളൊരു ദോഷമാണ് എന്ന് പറയാം. പക്ഷേ സത്യം എന്താണ്, ത്വദന്യത് ന അസ്തി എന്നാണ് പറഞ്ഞത്. നാന്യത്വദസ്തി. സത്യം എന്താണ്, അങ്ങ് അല്ലാത്തത് ഒന്നുമില്ല എന്നാണ്. അങ്ങ് അല്ലാത്തത് ഒന്നുമില്ല എന്നാണ്. സംപൂജ്യ സ്വാമിജി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഭഗവാൻ എൻ്റെ മുമ്പിൽ വന്ന് എന്നെ എന്തെങ്കിലും ദേഷ്യപ്പെട്ടാൽ ഞാൻ പറയും, കുഴപ്പമില്ല, എന്നെ പുറത്താക്കിക്കോളും, അങ്ങില്ലാത്തൊരു സ്ഥലത്തേക്ക് എന്നെ വിട്ടോളൂ എന്ന് പറയും. അപ്പോൾ ആൾ തോറ്റു പോകുമെന്ന് പറയും സ്വാമിജി. അതിതാണ് നാന്യത്വദസ്തി. യാതൊരു വിധത്തിലുള്ള അങ്ങിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. എല്ലാത്തിലും അങ്ങുണ്ട്, അഥവാ അങ്ങയുടെ പ്രഭാവമുണ്ട് എന്ന് പറയാണ്. എന്നാലോ അവസാനം ഒരു കുറ്റവും പറഞ്ഞല്ലോ. അതെന്താണ്, തന്ന ശുദ്ധം എന്ന് പറഞ്ഞു. പക്ഷേ ഈ പ്രപഞ്ചത്തിൽ അങ്ങല്ലാത്തതൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ചില
അശുദ്ധങ്ങൾ ആയിട്ടുള്ളതുണ്ട്. എന്ന് വെച്ചാൽ അശുദ്ധം എന്ന് പറഞ്ഞാൽ ശുദ്ധമല്ലാത്തത്, വൃത്തിയില്ലാത്തത്, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. അപ്പം അങ്ങല്ലാത്തത് ഉണ്ട് എന്നുള്ളൊരു സൂചനയാണ് ആ പറഞ്ഞത്. അതെന്താണെന്ന് പിന്നെ പറയുന്നുണ്ട് കേട്ടോ. എന്താ അത്? മായാഗുണവ്യതികരാത് യദുരുർവിഭാസി. മായാഗുണം, ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ത്രിഗുണങ്ങളുടെ കളിയാണ് ഈ മായയ്ക്ക് ഉള്ളതെന്ന് പറഞ്ഞില്ലേ. ആ ത്രിഗുണങ്ങൾ ഉണ്ട് എവിടെ? ഈ പ്രപഞ്ചത്തിൽ മുഴുവനും. അങ്ങ് ശുദ്ധനാണ്, പക്ഷേ അങ്ങയുടെ പ്രഭാവം ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ സാധനങ്ങളിലൊക്കെ എന്തുണ്ട്? ഈ ത്രിഗുണപ്രഭാവമുണ്ട്. ആ ത്രിഗുണപ്രഭാവം ഉള്ളതുകൊണ്ടാണ് ആൾക്കാർക്ക് അത് മനസ്സിലാവാത്തത്, അശുദ്ധമാണെന്ന് തോന്നണത്. ഇപ്പോൾ ഒരു മരം നിൽക്കുന്നുണ്ട്, ആ മരം ഭഗവാനാണെന്ന് കാണാൻ നമുക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഈ ത്രിഗുണങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്ലാണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ജീവപ്രഭാവത്തിനെ നമുക്ക് കാണാനോ ചിന്തിക്കാനോ സങ്കല്പിക്കാനോ സാധിക്കുന്നില്ല. അതാണ് എന്നാ ശുദ്ധം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അത് ശുദ്ധമല്ല എന്ന് തോന്നുന്നു. ഭഗവാനുള്ളതൊക്കെ ശുദ്ധമാണ്, ഭഗവാൻ ഇല്ലാത്തത് ആണ് ശുദ്ധമല്ലാത്തത്. അപ്പോൾ അശുദ്ധം എന്ന് തോന്നുകയാണ് ചെയ്യണത്. എന്തുകൊണ്ടാണ്? അതിലുള്ള ശുദ്ധി ഹേതുവായിട്ടുള്ള ഭഗവാന്റെ പ്രഭാവം ഇവർക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് എന്ന് ഭഗവാനോട് പറയുകയാണ് ചെയ്യണത്. ആ ശ്ലോകം ഞാൻ ഒന്നുകൂടി വായിക്കാം. ഇത് കൂടുതൽ സമയം അതിനെടുത്താൽ ഒരുവിധം മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ജ്ഞാതോസി മേദ്യ സുചിരന്നനു ദേഹഭാജം ന ജ്ഞായതേ ഭഗവതോ ഗതിരിത്യവദ്യം നാന്യത്വദസ്തി ഭഗവന്നപി തന്ന ശുദ്ധം മായാഗുണവ്യതികരാത് യദുരുർവിഭാസി. മനസ്സിലായില്ലേ ശ്ലോകം? മനസ്സിലായി എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചൊല്ലി നോക്കിയാലോ എല്ലാവർക്കും? ഞാൻ കുറേശ്ശെ ചൊല്ലാം, അപ്പം അതിൻ്റെ കൂടെ ചൊല്ലിയാൽ മതി. ജ്ഞാതോസ്യ മേദ്യ, എല്ലാവരും ചൊല്ലണം. സുചിരന്നനു ദേഹഭാജം ന ജ്ഞായതേ ഭഗവതോ ഗതിരിത്യവദ്യം നാന്യത്വദസ്തി ഭഗവന്നപി തന്ന ശുദ്ധം മായാഗുണവ്യതികരാത് യദുരുർവിഭാസി. അവിടെ ഒരു ശബ്ദമുണ്ട്. ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ പല രൂപത്തിലാണ് ഭഗവാൻ ഉള്ളത് എന്ന് പറയുകയാണ്. എല്ലാത്തിലും ഭഗവാൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ മരമായിട്ടുമുണ്ട്, അല്ലേ? പശുവായിട്ടുമുണ്ട്, നായയായിട്ടുമുണ്ട്, ഈച്ചയായിട്ടുമുണ്ട്, പൂച്ചയായിട്ടുമുണ്ട്, നമ്മളായിട്ടുമുണ്ട്. അപ്പോൾ അതാണ് പല രൂപത്തിലാണ് ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ ഈ ഒരൊറ്റ ശ്ലോകത്തിൽ നമ്മളുടെ ഒരു ഭാവന, നമ്മുടെ ഒരു ബുദ്ധി, നമ്മുടെ ഒരു മനസ്സ്, നമ്മുടെ ഒരു സങ്കല്പം എത്രമാത്രം വികസിപ്പിക്കാൻ പ്രാപ്തമാണത്, അല്ലേ? അപ്പം ഞാൻ ആദ്യം പറഞ്ഞു ഭഗവാനെ അറിയേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിലെ ആദ്യത്തെ ആ ബ്രഹ്മസ്തുതിയിലെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? നാന്യത്വദസ്തി എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. പിന്നെ ഈ കാണുന്നതൊക്കെ മായാഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ്, ഈ 3 ത്രിഗുണങ്ങളുടെ ഒരു പ്രഭാവം ഉള്ളതുകൊണ്ടാണ് അത് അശുദ്ധമായിട്ട് നമുക്ക് തോന്നുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആശയം. അത് മനസ്സിലാക്കുക. ഇത്രയും മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയം ചോദിക്കാൻ തോന്നുന്നുണ്ടോ? ഞാനിപ്പോൾ ഓരോ ശ്ലോകം കഴിഞ്ഞാൽ സംശയം ചോദിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ ന്യായമായിട്ടൊരു സംശയം ഒരുപക്ഷെ തോന്നാം. ആ ഒരു ദിശയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ, ചിലപ്പോൾ ചോദിച്ചോളൂ, ടീച്ചർ ചോദിക്കും. ഒരു സ്തുതി അല്ലെങ്കിൽ ഏതൊരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അത് ഗുരുമുഖത്തിൽ നിന്ന് തന്നെ വേണം എന്ന് ഇപ്പോൾ ഈ അനുഭവത്തിൽ നിന്നും ഉണ്ടായി. പക്ഷേ ബ്രഹ്മാവ് താമരയിൽ നിന്നുണ്ടായപ്പോൾ ഇവിടെ സൃഷ്ടികളൊന്നുമില്ല എന്നല്ലേ പറഞ്ഞത്? ഒന്നുമില്ല, ജലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ദേഹഭാജ
എന്ന് പറയുന്നത് ശരീരം എടുത്തവർക്ക് എന്നുള്ളത് പറഞ്ഞത് അതിൻ്റെ ആ ഒരു വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വളരെ നന്നായി. ഞാൻ ഈ ചോദ്യമാണ് പ്രതീക്ഷിച്ചത്. ഒരു ജിജ്ഞാസു അല്ലെങ്കിൽ ആകാംക്ഷ ഉള്ള ഒരാൾക്ക് തോന്നാവുന്നൊരു ചോദ്യമാണിത്. അതായത് ഇവിടെ ഈ കാലത്ത് ഈ പ്രളയകാലത്ത് ജീവനുകളൊക്കെ സൂക്ഷ്മരൂപത്തിൽ ഭഗവാൻ ലയിച്ചിരിക്കുകയാണ്. ആ സമയത്ത് പിന്നെ ഇതെങ്ങനെ പറയാൻ പറ്റണേ ബ്രഹ്മാവിന്? അതായത് ഇവിടെ ജീവഭാജ്യം എന്ന് പറയാൻ ജീവനൊന്നുമില്ല, ജീവൻ ഒന്നുമില്ല, അല്ലെങ്കിൽ വേറെ സൃഷ്ടികളൊന്നും നടന്നിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ ഈ ഒരു ശ്ലോകത്തിന് പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബ്രഹ്മാവ് ഇങ്ങനെ പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ് അത് സംശയം ചോദിച്ചത്. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച സംശയം. ആ സംശയം തീർത്ത് പോയാലേ ഇനി അങ്ങോട്ട് നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുളയിലേന്നുള്ളുക എന്ന് പറയില്ലേ, അങ്ങനെ ഈ സംശയം ഇപ്പോൾ തന്നെ ഞങ്ങൾ തീർക്കാൻ തീരുമാനിച്ചത്. അതിന് സമാധാനം നമുക്ക് പറയാൻ പറ്റുക, ഒരു പക്ഷേ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ നമ്മുടെ സത്സംഗത്തിൽ ഈ ചോദ്യം ഞാൻ ശ്രീറാം നമ്പൂതിരിയോട് ചോദിച്ചു. അതായത് അതൊരു ദേവസ്തുതിയായിരുന്നു. ആ ദേവന്മാർ സ്തുതിക്കുന്നതും സൃഷ്ടി മുഴുവൻ ആയിട്ടില്ല. സൃഷ്ടിക്ക് വേണ്ട റോ മെറ്റീരിയൽസൊക്കെ ആയിട്ട് ഇതെല്ലാം കൂടി കൂട്ടിച്ചേർക്കാൻ പറ്റണില്ല അവർക്ക്, ദേവന്മാർക്ക്, ഈ ഇന്ദ്രിയ ദേവതകൾക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആണ് ഭഗവാനെ സ്തുതിക്കുന്ന ഒരു സ്തുതിയാണ്. അപ്പോൾ ആ സമയത്തും ഇതേപോലെ പറയുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മാവ് ഇതിന് മുമ്പിലത്തെ കൽപ്പത്തിലും ഉണ്ടായിരുന്നു, ഈ പ്രളയം വരുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു ബ്രഹ്മാവ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ആ അനുഭവം ഇവിടെ ഇനി പുതിയതായി വരുന്ന സൃഷ്ടികളിലൊന്നും ഉണ്ടാവരുതല്ലോ എന്നുദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അത് ഒരു ഉത്തരമാണ്, ഒരു സംശയമില്ല. അദ്ദേഹം വളരെ ന്യായമായിട്ടൊരു ഉത്തരം അന്ന് തന്നു. പക്ഷേ ഇനി മറ്റൊരു ഉത്തരം കൂടി എനിക്ക് തോന്നണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഹ്മാവ് ആരാണ്? ഭഗവാന്റെ തന്നെ ഒരു അവതാരമാണെന്ന് ഞാൻ പറഞ്ഞു. ആ നിലയ്ക്ക് ഇവരൊക്കെ ത്രികാലജ്ഞരാണ്. ത്രികാലജ്ഞർ എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ കാലത്തിനെ കുറിച്ച് അവർക്കറിയാം, ഒരു ഹിസ്റ്ററി ബുക്കും പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എന്താ നടന്നുകൊണ്ടിരിക്കണമെന്ന് അവർക്കറിയാം, നാളെ എന്താ നടക്കാൻ പോണേന്ന് അവർക്കറിയാം. അപ്പോൾ ഭവിഷ്യത് കാലത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ട് ആർക്ക്? ഈ ബ്രഹ്മാവിന്. അപ്പോൾ നാളെ ഈ സൃഷ്ടി നടത്താൻ വേണ്ടി നിയോഗിക്കപ്പെടാൻ പോകുന്നത് ആരാണ്? ഈ ബ്രഹ്മാവാണ്. അപ്പോൾ ഈ ബ്രഹ്മാവ് ഇനി സൃഷ്ടി ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വക ഏടാകൂടമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ സൃഷ്ടിച്ച ആളുടെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് നാളെ ഭഗവാൻ ഇങ്ങോട്ട് പറയരുതെന്ന് വിചാരിച്ച് നേരത്തെ കൂട്ടി അങ്ങോട്ട് പറയുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ സൃഷ്ടികളൊന്നും ഈ രൂപത്തിലാവരുത്. അവരൊക്കെ ബ്രഹ്മാവലോകധിഷണം മുദമാപ ദേവ എന്ന് ഭാഗവതത്തിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അവരൊക്കെ ആ ബ്രഹ്മാവലോകധിഷണന്മാരായിട്ട് എല്ലാം അറിയുന്ന ജ്ഞാനികളായിട്ടുള്ള സൃഷ്ടിയാണ് എനിക്ക് നടത്തേണ്ടത് എന്ന് മുൻകൂട്ടി പറയുന്നത്. അപ്പോൾ അവർ ആ ഭവിഷ്യത് കാലത്തിനെ കുറിച്ച് അറിയാവുന്ന ആ ത്രികാലജ്ഞാനി ആയതുകൊണ്ടാണ് ബ്രഹ്മാവിനെ ഇങ്ങനെ സ്തുതിക്കാൻ സാധിച്ചത്. മുൻകൂട്ടി കാണുകയാണ്, വരാൻ പോകുന്ന വിപത്തിനെ മുൻകൂട്ടി കണ്ടിട്ടാണ് അങ്ങനെ സ്തുതിച്ചത് എന്നും അതിനൊരു സമാധാനം യുക്തമായ രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇനി തുടർന്നുള്ള ശ്ലോകങ്ങളിലൊക്കെ ഈ രീതിയിലാണ് എല്ലാം സൃഷ്ടി കഴിഞ്ഞ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന കലികാലത്തിലെ കാര്യം പറയാൻ പോണത് ഇപ്പോൾ. അപ്പോൾ അവരുടെ എത്രമാത്രം ക്രാന്തദർശികളായിരുന്നു ഈ ഋഷികളെന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര വർഷമൊക്കെ വിട്ടോളൂ. ഈ ഭാഗവതം എഴുതിയ ഇത് എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പിലാണ്. അന്ന് തന്നെ പറഞ്ഞു വെച്ചേക്കണു ഇങ്ങനെയൊക്കെയാണ് മനുഷ്യരുടെ സ്വഭാവം ഉണ്ടാവുക എന്ന്. ആലോചിച്ച് നോക്കൂ. ഇപ്പം ഇന്ന് കാണുന്ന കാര്യങ്ങളാണ് ഇനിയുള്ള തുടർന്നുള്ള ശ്ലോകങ്ങളിലൊക്കെ വരാൻ പോണതേ. അപ്പോൾ അവർക്കത് അന്നേ കാണാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതാണ് നമ്മൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കിയത്. നമ്മളത് ഒരു പ്രാവശ്യം ഒന്ന് ചൊല്ലി. ഇനി എന്തിനാ ഒരു പ്രാവശ്യം ചൊല്ലിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒന്ന് നല്ലോണം അങ്ങോട്ട് ഉറച്ചോട്ടെ, അതങ്ങോട്ട് അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ടൊന്ന് ഉറപ്പിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നടക്കുമെന്ന് വിചാരിക്കണം. എന്തായാലും അങ്ങനെ. അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോവുകയാണേ.
രൂപം രൂപം യതേതവബോധരസോദയേന ശശ്വന്നിവൃത്തതമസ സദനുഗ്രഹായ ആദൗ ഗൃഹീതമവതാരശതൈകബീജം എന്നാഭിപത്മഭവനാദഹമാഭിരാസം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ദർശനം കൊടുത്തതൊരു വൈകുണ്ഠ ദർശനമാണ്. അപ്പോൾ അവിടെ ഈ ഭഗവാൻ ഇങ്ങനെ ആ പാലാഴിയിലെ ഈ പ്രളയജലത്തിൽ കിടക്കുന്നതും അനന്തശായിയായിട്ട് കിടക്കുന്നതും ആ ചതുർഭുജനായിട്ട് ആ ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് ഈ താമര വന്നിട്ടുള്ളതെന്നും ആ താമരയിലിരിക്കുന്ന ബ്രഹ്മാവിനെയും വരെ ദർശനം കൊടുത്തേക്കാണ്. അപ്പോൾ ആ ചിത്രം മുഴുവനും വ്യക്തമായി ബ്രഹ്മാവിനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയാണ്, നമ്മളിപ്പോൾ നേരത്തെ ഇപ്പോൾ ഭഗവാൻ തന്നെ എന്താ പഠിച്ചത് കഴിഞ്ഞ ശ്ലോകത്തിലെ നാന്യത്വദസ്തി അല്ലേ? അപ്പോൾ ഇവിടെ ഭഗവാനില്ലാത്തതൊന്നുമില്ല. ഈ കാണുന്നതെല്ലാം ത്രിഗുണാത്മകമായ രൂപങ്ങളാണ് കാണുന്നത്, അതിലെല്ലാം ഭഗവാനുണ്ട് എന്നുള്ളൊരു ദർശനമാണ് ഇവിടെ തന്നത്. ആ ദർശനത്തിനൊരു പേരുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഭഗവാനെ നമുക്ക് എങ്ങനെയൊക്കെയാണ് ധ്യാനിക്കാൻ പറ്റുക? ഭഗവാനെ രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ട് ധ്യാനിക്കാൻ പറ്റുക എന്ന് പറയുക. ഒന്ന് സഗുണരൂപത്തിൽ, പിന്നൊന്ന് നിർഗുണ രൂപത്തിൽ. അപ്പോൾ ആ സഗുണ രൂപത്തിൽ നമ്മൾ കാണുന്നത് ആണ് നമ്മളിപ്പോൾ വീട്ടിൽ ഒരു ബിംബം വെച്ചേക്കണോ, അല്ലെങ്കിൽ ഒരു വിഗ്രഹം വെച്ചേക്കണോ, അതല്ലെങ്കിൽ ഒരു ചിത്രം വെച്ചേക്കണോ. ആ ചിത്രവും ആ വിഗ്രഹവും എല്ലാം നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്താണ് ഭഗവത് ഭാവം മനസ്സിൽ ജനിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും പല ദിക്കിലേക്കും ഓടിക്കൊണ്ടിരിക്കുന്ന ആ മനസ്സിനെ പിടിച്ചിട്ട് നമുക്ക് ആ വിഗ്രഹത്തിലൊന്ന് കെട്ടിയിടാൻ പറ്റും കുറച്ച് നേരം. അങ്ങനെ ഒരു ഏകാഗ്രത കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഒരു ധ്യാനം ശരിയാവുള്ളൂ. അതാണ് അഷ്ടാംഗയോഗത്തിലെ ധാരണ, ധ്യാനം, സമാധി, അവസാനത്തെ 3 പടികൾ അതാണ്. അപ്പോൾ ആ ധ്യാനത്തിന് മുമ്പ് ധാരണ എന്നൊരു പരിപാടി വെച്ചേക്കണം. അതിന് വേണ്ടിയാണ് ധാരണ എന്ന് പറയുന്നത്. ഈ മനസ്സിനെ എവിടെയെങ്കിലും കെട്ടിയിരുന്ന ഒരു കുറ്റിയാണ്. അത് ഭഗവാന്റെ ഒരു വിഗ്രഹമാവാം, ചിത്രമാവാം, എന്ത് വേണമെങ്കിലും ആവാം. അതവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നമ്മുടെ മനസ്സിലുണ്ടായാലും മതി. ഭഗവാന്റെ ഇപ്പോൾ കൃഷ്ണൻ്റെ ആ മനോഹരമായൊരു രൂപം, ആ മയിൽപ്പീലി തൊട്ട് ആ പാദം വരെയുള്ള ആ രൂപം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് ധ്യാനിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ധാരണ എന്ന് പറയുന്നത്. അവിടെയൊക്കെ നമ്മൾ ചെയ്യണത് സഗുണോപാസന എന്ന് പറയുക. ആ രൂപം, നാമം എന്നൊക്കെ പറയുന്നത് എന്തിനേ ഉള്ളൂ? ത്രിഗുണങ്ങൾ വരുമ്പോഴേ ഉള്ളൂ, ഗുണത്തിനേ ഉള്ളൂ. നിർഗുണഭാവത്തിൽ നാമമില്ല, രൂപമില്ല, ഒന്നുമില്ല, ഒരു ശൂന്യതയാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ധ്യാനിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പം നമ്മൾ ഈ നിർഗുണ, ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഭഗവാന്റെ നിർഗുണഭാവത്തിൻ്റെ വിശേഷമാണ് പറഞ്ഞത്. നമ്മൾ ഭഗവാനെ എങ്ങനെയാണ് അറിയേണ്ടത് എന്നാണ് ഇത് പറയണതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഭഗവാനെ നിർഗുണ ഒരു ഭാവത്തിൽ നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ ആദ്യത്തേൽ നമ്മൾ പറഞ്ഞത്. എന്നാൽ ഇനി പറയാൻ പോകുന്നത് ഭഗവാന്റെ സഗുണ രൂപത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഈ സഗുണം നിർഗുണം, നമ്മൾ ഈ സഗുണത്തിൽ കൂടെ തുടങ്ങുന്ന ആരാധനയെ കൂടി മാത്രമേ നമുക്കൊരു നിർഗുണ ആരാധനയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ പോയില്ലേ, അതുണ്ട് അല്ലേ? പോയില്ലെങ്കിൽ ചിലപ്പോൾ ബന്ധങ്ങളൊക്കെ ഉലയും. അത് മാത്രമല്ല, നല്ല സദ്യയൊക്കെ തരാവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പോകും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ, മുകളിലാണ് ഹോള്, താഴത്ത് തന്നെ എന്ത് വെച്ചിട്ടുണ്ടാവും? ഒരു വെൽക്കം ഡ്രിങ്ക് വെച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അവിടെ പല നിറത്തിലിങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ നോക്കും എന്തൊക്കെയാണ്, ഇത് മുന്തിരി, അത് അങ്ങനെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ അതിനെടുത്ത് കുടിക്കും അല്ലേ? അതിന് പോകും. ഇവിടെ ഈ കുടിക്കണതിൻ്റെ ഉദ്ദേശം എന്താണ്? മുന്തിരി അകത്തേലണമെന്നായിരുന്നോ? അതില്ല. നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരണേ. അപ്പോൾ ക്ഷീണമൊക്കെ മാറാൻ കുറച്ച് വെള്ളം അകത്തേലണം, അത്രയേ ഉള്ളൂ. പച്ചവെള്ളമായാലും വലിയ തിരക്കേടൊന്നുമില്ല. പക്ഷെ അപ്പോൾ എന്തിനിങ്ങനെ കളറൊക്കെ വെച്ചേക്കണേ, മധുരമൊക്കെ ചേർത്തിട്ട്? അപ്പോൾ നമുക്ക് അത് കുടിക്കാനൊരു രസമുണ്ട് അല്ലേ? അതുപോലെ ഭഗവാനെ ധ്യാനിക്കുന്നത് പച്ചവെള്ളം കുടിക്കണ പോലെയാണ്
നിർഗുണം ആയിട്ട് ധ്യാനിക്കൽ. ഈ സ്ക്വാഷും അതും ഇതൊക്കെ ആണെങ്കിൽ എന്താണ്, അതൊരു സഗുണഭാവത്തിലുള്ള ധ്യാനമാണ്. അപ്പം നമുക്ക് ഭഗവാനെ ശരിക്ക് എന്താ പറയുക, ആഴത്തിലും ദൃഢമായിട്ടും ആ ഭഗവത് ഭാവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് ഈ സഗുണോപാസന. മനസ്സിലായില്ലേ? ലക്ഷ്യമോ രണ്ടിൻ്റെ ഒന്ന് തന്നെയാണ്. ഒരേ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ എത്തണത്. അത് രണ്ട് മാർഗങ്ങളാണെന്നേ ഉള്ളൂ. നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കൊക്കെ ഈ സഗുണോപാസനയെ പറ്റുള്ളൂ. അത് ഭഗവത്ഗീതയിലെ 12-ാമത്തെ അധ്യായത്തിലെ തുടക്കത്തിൽ തന്നെ ടീച്ചർ എന്നൊരിക്കൽ ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഭഗവാൻ. പക്ഷേ അവിടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ അവസാനം ഒരു അർജുനൻ ചോദിക്കുകയാണ് ചെയ്യണത്. ആദ്യം ചിലരിങ്ങനെ സഗുണോപാസന നടത്തുന്നുണ്ട്, ചിലർ നിർഗുണോപാസന നടത്തുന്നുണ്ട്. ഇതിലേതാണ് ശ്രേഷ്ഠം, ആരെയാണ് ഭഗവാൻ കൂടുതൽ ഇഷ്ടമാവുക എന്നാണ് ചോദിച്ചത് അർജുനൻ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എനിക്ക് രണ്ടുപേരെ ഇഷ്ടമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മറുപടി. അവരെ ഇഷ്ടമാണ് ഇവരെ ഇഷ്ടമാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടിലും ഭേദം കൽപ്പിക്കാൻ പാടില്ല. ഇവിടെ ബ്രഹ്മാവ് അത് തന്നെയാണ് പറയണേ. ബ്രഹ്മാവ് പറയുന്നതും ഈ ഭേദചിന്ത പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അർത്ഥചിന്തയിലേക്ക് പോവാം. രൂപം യതേതത് അവബോധരസോദയേന ശശ്വന്നിവൃത്തതമസ സദനുഗ്രഹായ. അവിടെ പറയുന്നത് അവബോധരസോദയേന എന്നാണ് പറയണത്. അപ്പോൾ ആ ഭഗവാൻ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ധ്യാനിക്കാൻ. അവബോധമാണെന്ന് പറയണത്. അവബോധം എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനമാണ്. ആ ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഭഗവാനെ എങ്ങനെയാണ് അറിയുക എന്നുള്ളതാണ് ഇതിലെ വിഷയം എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഭഗവാനെ അറിയേണ്ട ഒരു കാര്യമാണ് പറഞ്ഞ്. ആ ഭഗവാൻ എന്ന് പറയുന്നത് അവബോധരസമാണ് ആദ്യം ഉണ്ടാകുന്നത്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപനാണ് എന്ന് പറയില്ലേ? വിജ്ഞാനം ബ്രഹ്മ എന്ന് പറയും. അത് ആ ജ്ഞാനസ്വരൂപനാണ്. എങ്ങനെയാണ് നാരായണീയം തുടങ്ങുന്നത് തന്നെ? സാന്ദ്രാനന്ദ അവബോധാത്മകം. സാന്ദ്രമായ ആനന്ദത്തിൻ്റെയും അവബോധത്തിൻ്റെയും രൂപത്തിലുള്ള ആളെന്നാണ് പറഞ്ഞത്. അവിടെ ആ ജ്ഞാനം എന്ന് പറയുന്നതും ആനന്ദം എന്ന് പറയുന്നതും നമ്മളുടെ ബുദ്ധിയുടെയും മനസ്സിലുമുള്ള ഭാവങ്ങളാണ്. നമ്മൾക്കത് ഇന്ദ്രിയങ്ങളിൽ കൂടെ അല്ലെങ്കിൽ കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക് അതിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നതല്ല ഈ രണ്ട് കാര്യങ്ങളും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവബോധം ജ്ഞാന കൊണ്ടാണ് എന്നാണ് പറയണേ. പിന്നെന്താ പറയണേ? ശശ്വന്നിവൃത്തതമസ. അപ്പോൾ ഭഗവാന്റെ സ്വരൂപം കാണുമ്പോൾ, ഇപ്പോൾ കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം കാണുമ്പോൾ നമ്മളതിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം, വിരോധമില്ല. ഭഗവാന്റെ ആ പ്രേമവും വാത്സല്യവും അനുഗ്രഹദായകത്വവും ഒക്കെ നമുക്ക് ആസ്വദിക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സാന്ദ്രാനന്ദ അവബോധാത്മകം. ഗുരുവായൂരപ്പനെ പറഞ്ഞതാണ് വിശേഷണമാണത്, അല്ലേ? ബ്രഹ്മതത്വം തത്താവദ്ഭാതി എന്നാ പറഞ്ഞ്. അത് ബ്രഹ്മതത്വമാണെന്നാണ് പറഞ്ഞത്. ആര്? ഗുരുവായൂരപ്പനെ. അപ്പോൾ ആ ഒരു ഭാവത്തോട് കൂടിയിട്ട് മാത്രമേ നമ്മൾ ഭഗവാനെ കാണാൻ പാടുള്ളൂ, ഭഗവാന്റെ ഏത് രൂപമായാലും. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ് ഈ രൂപം എടുത്തേക്കണത്? ഇപ്പോൾ കൃഷ്ണൻ്റെ രൂപത്തിൽ ഗുരുവായൂർ വിരാജിച്ചരുളുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സദനുഗ്രഹായ. സത്തുക്കളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. സത്തുക്കളെ അനുഗ്രഹിക്കാൻ ഭഗവാന് അങ്ങനെ ഒരു രൂപം വേണോ? രൂപം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് സങ്കല്പത്തിനുള്ളൊരു കുറ്റിയാണത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ അഷ്ടാംഗയോഗത്തിൽ പറഞ്ഞില്ലേ, അവിടെ അങ്ങനെയുള്ള ഒരു രൂപത്തിനെ മനസ്സുറപ്പിച്ചിട്ടാണ് നമ്മൾ ധ്യാനിക്കണേന്നുള്ളതുകൊണ്ട് അത് സത്തുക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ആദൗ ഗൃഹീതം അവതാരശതൈക ബീജം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഭഗവാന്റെ അവതാരങ്ങളാണ്. ഈ വൃക്ഷലതാദികളും പക്ഷി മൃഗാദികളും എല്ലാം ഭഗവാന്റെ അവതാരങ്ങളാണ്. അതിനെല്ലാം കാരണമായിട്ടുള്ളത്
ഒരേ ഒരു ഭഗവാനാണ്, ഏക ബീജം. ആ രീതിയിലൊക്കെയാണ് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ അനേകം അവതാരങ്ങൾക്ക് കാരണഭൂതമായിട്ടുള്ളത് ഏക ബീജം, ഒരൊറ്റ ആളാണ്. അതാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കണം. അത് എൻ്റെ കാര്യം ആലോചിച്ചാൽ തന്നെ അറിയില്ലേ എന്ന് അവസാനം ഒരു റെഫറൻസും വെച്ചു. എന്ന അഭിപത്മഭവനാദഹമാവിരാസം, ഈ അങ്ങയുടെ ഈ നാഭിപത്മത്തിൽ ആണല്ലോ ഞാനിപ്പോൾ ഇരിക്കണത്. അത് തന്നെ ഭഗവാന്റെ ഒരു വലിയ അനുഗ്രഹമല്ലേ. സദനുഗ്രഹായ എന്ന് ഉള്ളതിന് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്, അവനവനെ തന്നെ പറയുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു ഭേദം കൽപ്പിക്കാൻ പാടില്ല എന്നർത്ഥം. ഏത്? സഗുണോ നിർഗുണോ. നമ്മളൊക്കെ ഈ ധാരാളം ചെയ്യാറുള്ളൊരു ധ്യാന ശ്ലോകമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക. എന്താർത്ഥം? വേണു ഓടക്കുഴൽ അല്ലേ? കോമളം കൂജയൻ വേണു. വേണു ഓടക്കുഴൽ വളരെ ഭംഗിയായിട്ട് ഊതിക്കൊണ്ടിരിക്കുന്ന കൂജയൻ വേണു ശ്യാമള വർണ്ണത്തിലുള്ള ഒരു ബാലൻ എന്ന് ഭഗവാനെ നമ്മൾ വർണ്ണിക്കുകയാണ്. അവസാനം എന്താ ആവശ്യപ്പെട്ടത്? എൻ്റെ മുമ്പിൽ വിളയാടട്ടെ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ വരിയിൽ എന്താ പറഞ്ഞേ? വേദവേദ്യം പരം ബ്രഹ്മ എന്നാ പറഞ്ഞേ. വേദവേദ്യം എന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ കൂടെ പറഞ്ഞിട്ടുള്ള അറിയാൻ സാധിക്കുന്നവനായിട്ടുള്ളവൻ. വേദസാരത്തിൽ കൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നവനായിട്ടുള്ള പരം ബ്രഹ്മ, ആ പരമാത്മാവായിട്ടുള്ള ബ്രഹ്മം, ആ ബ്രഹ്മമായിട്ടുള്ള അങ്ങ് അതെ എൻ്റെ മുമ്പിൽ വിളയാടട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇത് രണ്ടും ഒരേ ശ്ലോകത്തിലാണ്. അപ്പോൾ വേദവേദ്യം പരം ബ്രഹ്മ എന്ന് പറയുമ്പോൾ അതൊരു നിർഗുണഭാവമാണ്. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക എന്നുള്ളത് സഗുണമാണ്. അപ്പോൾ ഇത് രണ്ടും വ്യത്യാസമൊന്നുമില്ല, അത് ചേർത്താണ് പറഞ്ഞേക്കണേ. ഒരു പാട്ടുണ്ട്, ഞാൻ മാനസ സഞ്ചരരെ എന്നുള്ളൊരു പാട്ട് കേട്ടിട്ടില്ല. ഈ പാട്ട് പാടാൻ അറിയില്ലേ? മാനസ സഞ്ചരരെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ബ്രഹ്മണി മാനസ സഞ്ചരരെ. അതെന്താ പറയണേ? മാനസ എന്ന് വിളിക്കുകയാണ് നമ്മുടെ മനസ്സിനെ തന്നെ. രേ മാനസ, എൻ്റെ മനസ്സേ നീ സഞ്ചരിക്ക്. എവിടെ? ബ്രഹ്മണി, ബ്രഹ്മത്തിൽ സഞ്ചരിക്ക് എന്ന് പറയുകയാണ് ചെയ്യണത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ പിന്നെ പറയണതൊക്കെ അപ്പോൾ ഇതൊരു നിർഗുണഭാവമാണല്ലോ. ബ്രഹ്മത്തിൽ സഞ്ചരിക്കുക മനസ്സേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു നിർഗുണഭാവത്തിൽ ഉപാസിക്കുക എന്നാണ് ഈ പറഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞത് പറഞ്ഞു ഈ ബ്രഹ്മത്തിൻ്റെ വിശേഷണം പിന്നെ ഉള്ള വരികളിലാണ് വരണേ. എന്താ പറയണേ? മദശിഖി പിഞ്ചാലങ്കൃത ചീക്കൂര് അല്ലേ? ആ എന്താ പറയുക, മയിലിൻ്റെ പീലി ചൂടിയിട്ടുള്ള ആ ചിഗുരത്തിൽ, ആ മുടിക്കെട്ടിൽ ചൂടിയിട്ടുള്ള ആ ബ്രഹ്മത്തേക്ക് സഞ്ചരിക്കുന്ന പറയണേ. അപ്പോൾ അവിടെ എന്തായി? സഗുണരൂപയില്ലേ? അപ്പോൾ ഈ സഗുണരൂപവും നിർഗുണരൂപവും രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു ഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഇവരൊക്കെ മഹാത്മാക്കളാണ് ഇതൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റണ ഒരർത്ഥം. പിന്നെ അവിടെ ഏകബീജം എന്നൊരു വാക്ക് ഉപയോഗിച്ചു. ഏകബീജം എല്ലാത്തിലും ഉള്ളത് ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞു. അത് അവബോധമാണെന്നും പറഞ്ഞു. അവബോധം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണെന്നും പറഞ്ഞു. അപ്പോൾ ഈ ജ്ഞാനത്തിന് എപ്പോഴും പ്രകാശമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇല്ലേ? ജ്ഞാനപ്രകാശം. ഉപനിഷത്തിൽ ഒരു മന്ത്രത്തിൽ പറയുന്നുണ്ട്, തമേവ ഭാന്തം അനുഭാതി സർവം അല്ലേ ഗോവിന്ദി? തമേവ ഭാന്തം അനുഭാതി സർവം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭാസിക്കുന്നത് ഇവിടെ ഒന്നേ ഉള്ളൂ, സൂര്യൻ ഭാസിക്കുന്നുണ്ട്. ആ സൂര്യൻ്റെ പ്രകാശത്തിൽ ഇവിടെ ഇതെല്ലാം നമ്മൾ കാണുകയാണ് ചെയ്യണേ. ആ സൂര്യപ്രകാശത്തിൽ ഇവിടെ നമ്മളൊന്നും പ്രകാശിക്കുന്നില്ല, സൂര്യൻ്റെ പ്രകാശത്തിലാണ് കാണുന്നത്. അല്ലെങ്കിൽ നമുക്ക് രാത്രിയും കാണാൻ പറ്റണ്ടേ? രാത്രി ഇരുട്ടായാൽ നമ്മൾ കാണാൻ പറ്റുന്നില്ലല്ലോ.
അപ്പോൾ ആ സൂര്യൻ മാത്രമേ ഉള്ളൂ. ഏത് വിധത്തിലാണോ ഒരേ ഒരു സൂര്യൻ്റെ വെളിച്ചത്തിൽ എല്ലാം പ്രകാശിതമാകുന്നത്, അതുപോലെയാണ് ഈ ഭഗവാന്റെ ഈ ജ്ഞാനപ്രകാശത്തിൽ എല്ലാം ഈ രൂപത്തിലും ഈ നാമത്തിലും ഈ തെളിച്ചത്തിലും ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് പറയണു? യസ്യ ഭാസ സർവമിതം വിഭാതി. ആ ബ്രഹ്മത്തിൻ്റെ വെളിച്ചത്തിലാണ് എല്ലാം ഇവിടെ ഭാസമാനമായിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആകാശത്ത് രാത്രി നോക്കുമ്പോൾ പൗർണമി ദിവസവും തെളിഞ്ഞ ആകാശമാണെങ്കിൽ ചന്ദ്രനെ കാണാം ഇല്ലേ? ചന്ദ്രൻ നമ്മളൊക്കെ എങ്ങനെയാണ് കാണണേ? പ്രകാശിക്കണുണ്ടോ? നിലാവ് പരത്തണില്ലേ? ചന്ദ്രന് പ്രകാശമില്ല, നമുക്കറിയാം. ആധുനിക ശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചു ഇല്ല. അവിടെ ഈ സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ് ചന്ദ്രൻ്റെ പ്രകാശമുള്ളതായിട്ട് തോന്നണത്. അതുപോലെ ഭഗവാന്റെ പ്രകാശം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ പ്രകാശിതരായിട്ട് കാണുന്നത്. നമുക്കൊക്കെ ജീവപ്രകാശമുള്ളത്, ചൈതന്യപ്രകാശമുള്ളത് എല്ലാം. അതാണ് ഇതിൽ പറഞ്ഞല്ലോ. അതാണ് ഏകബീജം എന്ന് പറഞ്ഞത്, ഒന്ന് തന്നെയാണെന്ന്. ഇത് നമ്മുടെ മനസ്സിൽ ഉറയ്ക്കണം. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അത് ഉറച്ചാൽ ഒരുപാട് നമ്മുടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും മരുന്നായി. ആ ജ്ഞാനാണ് ഉദിക്കേണ്ടത്. അതാണ് ഇവിടെ ഈ ബ്രഹ്മസ്മൃതിയുടെ ഒരു പ്രാധാന്യം.